മാതാപിതാക്കളെ കൊലപ്പെടുത്തിയ ചെന്താമരയ്ക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന് സുധാകരൻ സജിത ദമ്പതികളുടെ 2 പെൺമക്കൾ ആവശ്യപ്പെട്ടു. ജാമ്യത്തിലിറങ്ങിയാൽ പ്രതി കൊല്ലുമെന്ന് ഭയമുണ്ടെന്നും അവർ പറഞ്ഞു. അനാഥരായ കുട്ടികളെ സർക്കാർ സഹായിക്കണമെന്നും മരിച്ച സജിതയുടെ മൂത്ത സഹോദരി സരിത ആവശ്യപ്പെട്ടു. 2019 അമ്മയായ സജിതയും 2025 അച്ഛനായ സുധാകരനെയും മുത്തശ്ശിയും കൊലപ്പെടുത്തിയ ചെന്താമരയുടെ ശിക്ഷയറിയാൻ 2 പെൺകുട്ടികളും പാലക്കാട് അതിവേഗ കോടതി മുറിയിലെത്തിയിരുന്നു. പ്രതി ചെന്താമരയുടെ കൂസലില്ലാത്ത മറുപടിയും ശരീരഭാഷയും അനാഥരായ പെൺകുട്ടികളെ കൂടുതൽ ഭയപ്പെടുത്തുന്നതായിരുന്നു. വധശിക്ഷ നൽകണമെന്ന് ഇരുവരും ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ വീണ്ടും ജാമ്യത്തിലിറങ്ങി കൊലപാതകം നടത്തും. അയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അയാൾക്ക് തൂക്കുകയർ തന്നെ കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അയാൾ നല്ലപോലെ വേദനിച്ച് തന്നെ പരമാവധി ശിക്ഷ അയാൾക്ക് കിട്ടും. കോടതിയിൽ വെച്ചിട്ട് അയാൾ നല്ലപോലെ തൂക്കിന്നോളം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കും ഞങ്ങളുടെ അച്ഛനും എല്ലാവരും പോയി. അയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ അയാൾക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത്. അച്ഛനെയും അമ്മയും നഷ്ടമായ കുട്ടികൾ ഇപ്പോൾ വല്യമ്മയുടെ സംരക്ഷണയിലാണ് കഴിയുന്നത്. ആരുമില്ലാത്ത കുട്ടികൾക്ക് സർക്കാർ സഹായം എന്തെങ്കിലും ചെയ്യണമെന്ന് വല്യമ്മയായ സരിത ആവശ്യപ്പെട്ടു. എൻ്റെ മക്കൾക്ക് അമ്മയും അച്ഛനും ഇല്ലാണ്ടാക്കിയതാണ് ചെന്താമര. അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് ഗവൺമെൻറ് ജോലി കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കും. കൊടുക്കണം ഗവൺമെൻറ്, അത്രേ ഞങ്ങൾ പറയാനുള്ളൂ. അവർക്ക് ഇനി ആരുമില്ല. ചെന്താമരയെ പിടിച്ച് കേസിൽ സാക്ഷികളായ പലരും ഇപ്പോൾ സ്വദേശമായ പോത്തുണ്ടി വിട്ട് അന്യനാടുകളിലാണ് കഴിയുന്നത്. 80ഓളം സാക്ഷികളെ വിസ്തരിച്ച് 1.5 വർഷം കൊണ്ടാണ് പാലക്കാട് 4ാം അഡീഷണൽ സെഷൻ കോടതി ജഡ്ജി കെനത്ത് ജോർജ് വിധി പ്രസ്താവത്തിലേക്ക് കടന്നത്. കൈരളി ന്യൂസ്, പാലക്കാട്.